നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് വാറും. 10 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ അപജയം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് സംഘടനാ തലത്തിൽ വീഴ്ചകൾ സംഭവിച്ചതായി സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജില്ലകളിലെ DCC പ്രസിഡന്റുമാരെ മാറ്റണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുള്ളതായാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ജില്ലാ നേതൃത്വങ്ങളിൽ മാറ്റമുണ്ടായേക്കാമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളിൽ പകുതിയും നിർജീവമായിരുന്നെന്നും കണ്ടെത്തലുകളുണ്ട്. KPCC ഭാരവാഹികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സംഘടനാ പ്രവർത്തനത്തിലുണ്ടായ ഗുരുതര വീഴ്ചകൾ പരിഗണിച്ച് ജില്ലാ നേതൃത്വത്തിൽ മാറ്റങ്ങൾ വരുത്തി സംഘടനയെ താഴെത്തട്ടിൽ ഉടച്ചുവാർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് വാർ റൂം സുനിൽ കനകോല് റിപ്പോർട്ടിന്റെ നിർദ്ദേശം. അതേസമയം യുവതയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ആയിരുന്നു മുന്നിലെത്തിയത്. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണെന്ന് തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. സമാന രീതിയിൽ വിവിധ ജില്ലകളിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകളിൽ വോട്ട് നിലയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. രാജ്യത്ത് കോൺഗ്രസിന് 4.63% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ 5%-ഓളം വോട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതും പരിശോധിക്കപ്പെടുമ്പോൾ സംഘടനാപരമായ വീഴ്ചയിലെത്തിച്ചേരുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്.